Theorem 2.23. Let T from V to W be a linear transformation, then rank of T less than or equal to dimension V. Moreover, if T is injective, then rank of T is equal to dimension V. ബി എന്ന് പറയുന്ന ഒരു ബേസിസ് നമ്മൾ എടുക്കുകയാണ്. ബൈ തിയറം 2.22(1) അനുസരിച്ച് ടി ഓഫ് ബി സ്പാൻസ് ആർ ഓഫ് ടി എന്നുണ്ട്. കാരണം നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു സ്പാനിച്ച് വി ആണെങ്കിൽ സ്പാൻ ടി ഓഫ് എച്ച് എന്ന് പറയുന്നത് ആർ ഓഫ് ടി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ബി ബേസിസ് ആയതുകൊണ്ട് ബി ആരെ സ്പാൻ ചെയ്യുന്നു, വിനെ സ്പാൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജായി ടി ഓഫ് ബി ആരെ സ്പാൻ ചെയ്യും, ആർ ഓഫ് ടിയെ സ്പാൻ ചെയ്യുന്നു. 2.22(1) നമുക്ക് കിട്ടും. ദസ് ടി ഓഫ് ബി കണ്ടെയ്ൻസ് 2 bases ഓഫ് ആർ ഓഫ് ടി. ടി ഒ ബി ആർ ഓഫ് ടീനെ സ്പാൻ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. സ്പാനിങ് സെറ്റിനകത്ത് നമുക്കൊരു ബേസിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത വെക്ടേഴ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ബേസിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടി ഒ ബിക്കകത്ത് ആരുണ്ട്, ഒരു ബേസിസ് ഉണ്ട്. ലെറ്റ് സി സബ്സെറ്റ് ടി ഒ ബി ബി സച്ച് എ ബേസിസ് ഓഫ് ആർ ഓഫ് ടി. അപ്പം സി എന്ന് പറയുന്ന അങ്ങനെ ഒരു ബേസിസ് ആണെന്ന് വിചാരിക്കുക. Then R of t is equal to rank of t is equal to order of c. Rank of t is equal to order of c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിസിൻ്റെ ഓർഡർ സി എന്ന് പറയുന്നത് ടി ഒ ബിയുടെ ബേസിസാണ്. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് സെറ്റിൻ്റെ ബേസിസ് പിന്നെ ഡയമെൻഷനാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർ ഓഫ് ടി ഓഫ് ബി. ഓർഡർ ഓഫ് സി സബ്സെറ്റ് ടി ഓഫ് ബി ആണല്ലോ. അപ്പോൾ ഓർഡർ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർ ഓഫ് ടി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ബി. ഓക്കെ, സപ്പോസ് ടി ഈസ് ഇൻജക്റ്റീവ്. ഇപ്പോൾ റാങ്ക് ഓഫ് ടി ലെസ് ദാൻ ഓർ ഡയമെൻഷൻ ബി നമുക്ക് കിട്ടിയത്. ഇനി തിരിച്ച് സപ്പോസ് ടി ഈസ് ഇൻജക്റ്റീവ് എന്ന് നമ്മൾ എടുക്കുക. ബൈ തിയറം 2.22(3) അനുസരിച്ച് ടി ഒ ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ആർ ഓഫ് ടി. സപ്പോസ് ടി ഈസ് ഇൻജക്റ്റീവ്, ടി ഇൻജക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുക. ബൈ തിയറം 2.22(3) അനുസരിച്ച് ടി ഓഫ് ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയിരിക്കും. ടി ഇൻജക്റ്റീവ് ആണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഇമേജ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ ബി ബേസിസ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ടി ഒ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ്. ഹെൻസ് ഡയമെൻഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ബി ആണ്. ഇനി ഓർഡർ ബിയും ഓർഡർ ടി ഒ ബിയും സെയിം ആണ്. കാരണം ടി ഒ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ബിയും അതേപോലെ തന്നെ ഓർഡർ ടി ഒ ബിയും സെയിം ആണ്. രണ്ടും ബിയുടെ ഇമേജ് ആണല്ലോ. ബിയിൽ എത്ര പേരുണ്ട് അത്രയും പേര് ഓർഡർ ടി ഒ ബിയിൽ വരും. ഇനി ഓർഡർ ടി ഒ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ടി. എന്തുകൊണ്ടാണ്? ടി ഒ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ്. അത് ബേസിസ് ആണെന്ന് നമുക്കറിയത്തില്ല. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ബേസിസ് ആക്കാൻ പറ്റുമെന്ന് മാത്രമേ അറിയൂ. അപ്പം ഓർഡർ ടി ഒ ബിയിൽ എപ്പോഴും റാങ്ക് ഓഫ് ടീനേക്കാളും കുറഞ്ഞിരിക്കുമല്ലോ. റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടിയുടെ ആ ഒരു ബേസിസിൻ്റെ ഡയമെൻഷനാണ്. ടി ഒ ബി എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, ബേസിസ് ആവുമോ എന്നറിയത്തില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഡയമെൻഷൻ വി ലെസ് ദാൻ കൂടെ റാങ്ക് ഓഫ് ടി എന്ന് കിട്ടി. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, റാങ്ക് ഓഫ് ടി സീറോ ഡയമെൻഷൻ വി എന്ന് എഴുതാം. അടുത്ത തിയറം 2.24. ലെറ്റ് ടി ഫ്രം വി ടു ഡബ്ല്യു ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫൈനൈറ്റ് റാങ്ക്. സപ്പോസ് റാങ്ക് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഫോർ വെക്ടർ u1, u r belongs to v. Let t u1, t u r be a basis of r of t. If b is a basis of n of t, then b union v1, u1, u r is a basis of capital V. Let t എന്ന് പറയുന്ന v to w ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിചാരിക്കുക. ടി ഫ്രം വി ടു ഡബ്ല്യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫൈനൈറ്റ് റാങ്ക് ആണ്. സപ്പോസ് അതിൻ്റെ റാങ്ക് എത്ര, ആറാന്ന് വിചാരിക്കുക. ഫോർ വെക്ടേഴ്സ് u1, u r belongs to ലെറ്റ് ഫോർ വെക്ടേഴ്സ് u1, u r belongs to v. t1, t u r be a basis of r of t. ഇഫ് b എന്ന് പറയുന്ന ബേസിസ് ഓഫ് n of t ആണെങ്കിൽ ദെൻ b യൂണിയൻ u1, u r എന്ന് പറയുന്ന ബേസിസ് ഓഫ് b ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ബൈ തിയറം 2.22(2) അനുസരിച്ച് u1, u r is ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കാരണം u1, u r എന്ന് പറയുന്നത് സപ്പോസ് റാങ്ക് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഫോർ വെക്ടേഴ്സ് t1, t u r എന്ന് പറയുന്ന ബേസിസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ ടി ഇൻജക്റ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻജക്റ്റീവ് ആണോ. സപ്പോസ് ഫോർ വെക്ടേഴ്സ് t1 ബേസിസ് ഇഫ് p ഈസ് എ ബേസിസ് ഓഫ് n of t then ബൈ തിയറം നമുക്ക് 2.22(2) ഒന്ന് നോക്കാം. ഇഫ്
ടി ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൻഡ് ടി ഇൻജക്റ്റീവ് ആണെങ്കിൽ എച്ച് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വി വൺ കോമ വി എൻ എന്ന് പറയുന്നത് സച്ച് ദാറ്റ് ടി വി വൺ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. വി വൺ കോമ വി എൻ ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫൈനൈറ്റ് റാങ്ക്. Suppose rank of T is equal to R for vectors U1, UR belongs to V. Let T1, etc. TUR be a basis of R of T. If B is a basis of N of T, then B union is the basis of N. By theorem 2.22 അനുസരിച്ച് U1, etc. UR is linearly independent.